വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 12-ാം വാരം വ്യാഴം. ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യുവാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും നിരവധി അത്ഭുത പ്രവൃത്തികളുമൊക്കെ ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ആ ദൗത്യം. കാരണം സ്വന്തം ആത്മാവിന് പകരമായി കൊടുക്കാൻ മാത്രം വിലയുള്ള മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. ഒരു ക്രൈസ്തവന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തന മേഖലകളും വിലയിരുത്തപ്പെടേണ്ടത് തന്റെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് അതെത്രമാത്രം സഹായിക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിലായിരിക്കണം. ഇത് തിരിച്ചറിയാതെ നമ്മൾ എത്ര തന്നെ പള്ളികളും പള്ളിക്കൂടങ്ങളും ആശുപത്രികളും ആതുരാലയങ്ങളും ഉയർത്തിക്കെട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ കഴിവുകളും അത്ഭുത സിദ്ധികളും മറ്റുള്ളവരെയും അതിലുപരി നമ്മളെ തന്നെയും ദൈവവുമായി അടുപ്പിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ചിന്തകളെ ഉണർത്തുകയും നയിക്കുകയും ചെയ്യട്ടെ. സുവിശേഷത്തിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും പട്ടിണി കൊടുക്കുകയും ചെയ്യുന്ന അനേകായിരങ്ങളെ ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം. സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് സുവിശേഷം കടന്നു ചെല്ലാത്ത മേഖലകളിൽ അഹോരാത്രം കഷ്ടപ്പെടുന്ന മിഷണറിമാരോട് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.